നമ്മൾ ഫോക്കസ് നമ്പർ 2 പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിൻ്റെ, സാമുദായിക നേതാക്കൾ ഏറ്റുമുട്ടുന്നതിൻ്റെ ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായി നടക്കുന്ന അത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ അത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടും കൊടുത്തും പോകുന്നു. ഇന്നതൊരൽപ്പം കടുപ്പിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ചിത്രം. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ KB ഗണേഷ് കുമാറിനെ കുറിച്ച് ഇന്ന് പറഞ്ഞത്? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനാണ്, കുടുംബത്തിന് പാരപണിതവനാണ്, ഫ്യൂഡൽ മാടമ്പിക്കും അപ്പുറമാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിൻ്റെ പാരമ്പര്യമാണത്. സ്വന്തം അച്ഛന് വരെ പണി കൊടുത്ത ആളാണ്. സരിതയെ ഉപയോഗിച്ചാണ് മന്ത്രിസ്ഥാനം ഗണേഷ് കുമാർ നേടിയത് തുടങ്ങിയ അതിഗുരുതരമായ ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ രീതിയിലുള്ള മന്ത്രിസ്ഥാനം കിട്ടിയത് സരിതയെ ഉപയോഗിച്ചാണ് എന്നുവരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഗണേഷ് കുമാറിനെതിരെ ഉയർത്തുന്നത്. ഗണേശൻ പല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്നു അല്ലേ? ശരിയാ. ഏത് ഗണേശൻ? വിഘ്നേശ്വരനായ ഗണേശൻ. അവന്റെ തന്തയാണ് നടേശൻ. ആരാണ്? ആരാണ്? ശിവൻ. അവന്റെ തന്തയാണ്. തന്തക്കിട്ട് പാരവെക്കുന്നതാണ് ഈ ഗണപതി. ഗണപതി ഒരിക്കലും തന്തക്കിട്ട് പാര വെച്ചിട്ടില്ല. തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വരം വച്ച് ഞാൻ ലോകം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതും, സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ മയിലിൻ്റെ പുറത്ത് നടന്നപ്പോൾ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഈ ഗണേശൻ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ്? തന്തക്കിട്ടും മകനിട്ട് അമ്മക്കിട്ടും പാര വെച്ച പെങ്ങക്കിട്ടും പാര വെച്ചില്ലേ ഈ ഗണേശൻ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. ഈ മന്ത്രിസഭയും MLAയും ഒക്കെ ആയതിനാണ് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയതിൻ്റെ പ്രതിഫലം അല്ല ഞങ്ങൾ. എല്ലാവർക്കും അറിയാമല്ല മന്ത്രിസ്ഥാനം എങ്ങനെ കിട്ടി, MLA സ്ഥാനം കിട്ടി. ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ? നിങ്ങൾ തിരക്ക് അവിടെ തിരക്കുന്നുണ്ടാവും. എത്ര ശബ്ദിച്ച് കഴിയല്ലേ? മരുന്ന് മേടിക്കാൻ കാശുണ്ടാ? അറിയാമോ നിങ്ങൾക്ക്? പിരിവാർത്ത് എന്തിനാ പിരിവാണ്? ഇയാൾക്ക് കാശ് കൊടുത്തൂടെ? ഇയാൾ വേണ്ട, ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ? ഇപ്പോൾ മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വേണ്ടി പാരലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താം. നിങ്ങൾ തിരക്ക് നോക്കിയാൽ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ, ട്രാൻസ്പോർട്ട് സർവീസ്. ശരണ്യ ആ ബസ് എവിടെയൊക്കെ നിർത്തണം? ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആളെടുത്തുള്ളൂ. നിയമചട്ടമായിട്ട് ബാധകമല്ല, പേടിയാണ്, ആരും മിണ്ടത്തില്ല. അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട്. ഇത് നടേശനാണ്, ശിവനാണ്. ഈ ശിവന്റെ മകനല്ല അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് ഈ ശിവൻ. ശിവനിലുണ്ടായതാണ്. നിങ്ങളിത് തന്നെ എനിക്കൊരു പുല്ലുമില്ലെന്ന്. അത് സാക്ഷാൽ ശിവൻ്റെതല്ലേ, പുത്രനല്ലേ, ശിവപാർവതിയുടെ പുത്രൻ. ശിവപാർവതിയുടെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല. അല്ലെങ്കിൽ പറയുക ഞാൻ ഗണപതിയാണ്, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുന്ന. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പര വിട്ടിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച്. ഇതൊക്കെയാണ് ഗതാഗത മന്ത്രിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശന് പറയാനുള്ളത്. ഇത് തുടങ്ങുന്നത് കുറച്ച് മുൻപാണ്. അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ കാറിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. അയ്യപ്പ സംഗമം വിവാദമായപ്പോൾ മന്ത്രി VN വാസവനെതിരെ കടുത്ത വിമർശനമുയർന്നപ്പോൾ പ്രതിരോധിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ എത്തിയപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലുമൊക്കെ നടക്കുന്ന കാര്യമാണ്, പക്ഷേ ഈ മന്ത്രി ഈഴവനായതുകൊണ്ടാണ് മന്ത്രിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെടാത്തത് എന്ന ഒരു ചോദ്യം
വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഗണേഷ് കുമാറിനോട് ചോദിക്കുമ്പോൾ എപ്പോഴും ഗണേശ എന്ന് പറയുന്നത് നല്ലതാണ്, പല പ്രാവശ്യം പറഞ്ഞാൽ പുണ്യം കിട്ടും എന്നതായിരുന്നു ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇപ്പോൾ ഗണേശ എന്ന് വിളിച്ചാൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു തീർക്കുന്നത്. ഏത് ഗണേശനാണ്? വിഘ്നേശ്വരനാണ് ഗണേശൻ, അവൻ്റെ തന്തയാണ് നടേശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്. അച്ഛനിട്ട് പാറ വെച്ചതാണ് ഈ പുത്രൻ എന്ന കാര്യം സൂചിപ്പിക്കുന്നു. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ ഗണേശൻ എന്ന് പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ നിർത്തുന്നത്. ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ, ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി പാരലായി ട്രാൻസ്പോർട്ട് നടത്താമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഗണേശനെതിരെ ഉയർത്തിയിരുന്നു. സ്വഭാവശുദ്ധിയില്ലാത്ത ആളാണ് മന്ത്രി ഗണേഷ് കുമാർ എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വ്യക്തിപരമായ വേഷം മാറും പോലെ ഭാര്യ മാറും തുടങ്ങി പലതരത്തിലുള്ള ആരോപണങ്ങൾ കടുത്ത ഭാഷയിൽ ഗണേഷ് കുമാറിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇന്നത്തെയും വാർത്താ സമ്മേളനം. എന്തായാലും ഈ വിഷയങ്ങളോടൊന്നും പ്രതികരിക്കാനില്ല എന്നതാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നിലവാരത്തിൽ ഇതിനൊന്നും മറുപടി പറയാൻ താനില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു. അവരവരുടെ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസ്കാരത്തിലേക്ക് ഇറങ്ങി വന്ന് മറുപടി പറയാനില്ല എന്നതാണ് ഗണേഷ് കുമാർ പറയുന്നത്. അതല്ല തൻ്റെ ലെവൽ എന്ന് വെള്ളാപ്പള്ളിക്ക് ഗണേഷ് കുമാർ മറുപടി നൽകുന്നു. പക്വതയും സംസ്കാരവും ഇല്ലാത്തവരും ഈ രീതിയിൽ പ്രതികരിക്കും. താൻ ആ രീതിയിൽ താഴാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ മോശം ഭാഷ വെള്ളാപ്പള്ളിയുടെ സംസ്കാരമാണ്, ആ സംസ്കാരത്തിലേക്ക് താഴാനില്ല എന്നതാണ് ഗണേഷ് കുമാർ ഇതിന് നൽകിയിരിക്കുന്ന മറുപടി. ഒരുപക്ഷെ ഇതോടുകൂടി ഇത് അവസാനിക്കുമോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും നമുക്കറിയാം, ഭരണപക്ഷത്തിന് അനുകൂലമായി ശക്തമായ നിലപാട് സ്വീകരിച്ചു വരികയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിക്ക് ലഭിച്ച സ്വീകരണം നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരുമിച്ച് വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത് കാണുന്നതാണ്. പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെള്ളാപ്പള്ളി നടേശൻ എത്തിയത് നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തിയിരിക്കുന്നു. അതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നതൊന്നും നമുക്കറിയില്ല. അതോ പിണറായി വിജയനോട് മാത്രമാണോ വെള്ളാപ്പള്ളി നടേശന് ഇഷ്ടവും ഒപ്പം ഭരണത്തിൽ മറ്റുള്ളവർക്കെതിരെ വിമർശനവുമാണോ ഉള്ളത്? അതൊക്കെ വിശദീകരിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. എന്തായാലും ഗണേശനെതിരെ ഇനി പറയാൻ ബാക്കിയൊന്നും ഇല്ലാത്ത തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നിർത്തുന്നത്. ഇതിന് മറുപടി പറയാനില്ല എന്ന് ഗണേഷ് കുമാറും പറയുന്നു. എന്തായാലും ഇതോടുകൂടി ഇത് അവസാനിക്കുമോ അതോ ഇനിയും നീണ്ടുപോകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഒരു സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും മന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായതുകൊണ്ടാണ് നമ്മളത് ആ നിലയ്ക്ക് തന്നെ പ്രാധാന്യത്തോടു കൂടി എടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത ഫോക്കസിലേക്ക് പോവാം.